സദൃശവാക്യങ്ങളുടെ തുടർച്ചയായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ നാം. ഇന്ന് അല്പസമയം ഒരുമിച്ചുള്ള ധ്യാനത്തിനായി സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മടിയന്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു, നീതിമാന്മാരുടെ പാതയോ പെരുവഴി തന്നെ. ആ സദൃശവാക്യത്തെ മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ മടിയന്റെ വഴി മുള്ളുകൾ നിറഞ്ഞ് വളർന്നു നിൽക്കുന്ന ഒരു പാടം പോലെ, നീതിമാന്മാരുടെ വഴിയോ നിരപ്പായ നേരായ ഒരു വലിയ പെരുവഴി പോലെ. മടിയെക്കുറിച്ച് ജ്ഞാനി പല ആവർത്തി ഓർമ്മപ്പെടുത്തുന്നു എന്നത് നാം ഇതുവരെയുള്ള പഠനത്തിൽ ശ്രദ്ധിച്ച ഒരു യാഥാർത്ഥ്യമാണ്. സദൃശവാക്യ പുസ്തകത്തിൽ പല ആവർത്തി മടിയന് മറുവശത്ത് വരച്ചു കാട്ടുന്നത് ബുദ്ധിമാനെയാണ്, നീതിമാനെയാണ്. ഇവിടെയും അത്തരത്തിലുള്ള ഒരു തുലനമാണ് നാം കാണുന്നത്. മടിയന്റെ വഴിയും നീതിമാന്മാരുടെ വഴിയും, ഒന്ന് മുള്ളും പറക്കാരയും നിറഞ്ഞ അനുഭവവും, മറ്റൊന്ന് നിരപ്പായ പെരുവഴിയുടെ അനുഭവവും. മടിയെക്കുറിച്ച് വീണ്ടും നാം ചിന്തിക്കുമ്പോൾ അത് അനേകം ജീവിതങ്ങളെ ഇന്നും സ്വാധീനിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു, നിലനിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. മടി സർവ്വതും മാറ്റിവെക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. പ്രൊക്കാസ്റ്റിനേഷൻ, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യേണ്ടത്, ഇന്ന് ഇപ്പോൾ ചെയ്യുന്നതിനു പകരം നാളെ, പിന്നെ പിന്നെ എന്ന് മാറ്റിവെക്കുകയാണ് മടിയുടെ സ്വഭാവം. സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ, തക്ക സമയത്ത് വിതയ്ക്കാതെ കൊയ്ത്തിന് ഒന്നുമില്ലാത്തവനായി മാറുന്നവൻ്റെ അവസ്ഥയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വിതയ്ക്കേണ്ട സമയത്ത് വിതയ്ക്കുന്നതിന് പകരം, മണ്ണൊരുക്കേണ്ടുന്ന സമയത്ത് മണ്ണൊരുക്കുന്നതിന് പകരം മടി പിടിച്ച് ഇരുന്നവൻ കൊയ്ത്തിൻ്റെ സമയത്ത് തൻ്റെ നിലത്ത് കൊയ്യുവാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ചെന്നെത്തുന്നത് സ്വാഭാവികമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ജ്ഞാനി, മടിയന്റെ വഴി മുള്ളു നിറഞ്ഞതായിരിക്കും എന്ന് പറയുന്നതിൻ്റെ സാരം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മടി സർവവും മാറ്റിവെക്കുക മാത്രമല്ല, മടി പലപ്പോഴും ഒഴിവുകഴിവുകൾ അന്വേഷിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം കാണുന്നു, വഴിയിൽ സിംഹമുണ്ട്, വീഥിയിൽ ജീവഹാനി വരും എന്ന് മടിയൻ പറയുന്നു. ഇല്ലാത്ത ഒഴിവുകഴിവുകൾ, വഴിയിലെവിടെയോ സിംഹം ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അവൻ ചിന്തിച്ചു കൂട്ടുന്ന ഒഴിവുകഴിവുകൾ പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ, ചെയ്യേണ്ടുന്ന യാത്രകൾ ചെയ്യാതെ മാറി നിൽക്കുന്ന, ഒഴിഞ്ഞു മാറുന്ന അവസ്ഥ, ഒഴിവുകഴിവുകൾ അന്വേഷിക്കുന്ന അവസ്ഥ, സെർച്ച് ഫോർ എക്സ്ക്യൂസസ്. അത്തരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഒഴിവുകഴിവുകൾ അന്വേഷിക്കുന്ന മനുഷ്യൻ മുള്ളും പറക്കാരയും നിറഞ്ഞ അവസ്ഥയിലേക്ക് അവൻ്റെ വഴി കൊണ്ടുചെന്നെത്തിക്കുന്നു എന്ന് സാരം. മടിയന്റെ മറ്റൊരു സ്വഭാവഗണം ജ്ഞാനി ഓർമ്മപ്പെടുത്തുന്നത്, ഒരു കാര്യത്തിലും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുവാൻ മടിയന് കഴിയുന്നില്ല എന്നുള്ളതാണ്. സദൃശവാക്യങ്ങൾ 19-ാം അധ്യായം
അതിൻ്റെ 24 വാക്യം നാം കാണുമ്പോൾ, മടിയൻ കൈ തടികയിൽ പൊഴുത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരുന്നില്ല. ആ ചിത്രം ഒന്ന് മുൻകാണുവാൻ ശ്രമിക്കുക. മുമ്പിൽ താലത്തിൽ ഭക്ഷണമുണ്ട്. ആ ഭക്ഷണത്തിൽ സർവവും ഒരുക്കി വെച്ചിട്ടുമുണ്ട്. എന്നാൽ കൈ താലത്തിൽ വെച്ച മടിയൻ താലത്തിൽ നിന്ന് വായിലേക്ക് ഒരു പിടി ഭക്ഷണം കൊണ്ടുവരുന്നതിന് പോലും ഉദാസീനതയുള്ളവനാണ്. അവൻ്റെ വഴി മുള്ളും പറക്കാരെയും നിറഞ്ഞതായില്ലെങ്കിൽ മാത്രമേ അതിശയമുള്ളൂ. അതുകൊണ്ടാണ് ജ്ഞാനി മടിയൻ്റെ വഴിയെക്കുറിച്ച് മുന്നറിയിപ്പുകൾ പല ആവർത്തി സദൃശവാക്യത്തിൻ്റെ പുസ്തകത്തിൽ നൽകുന്നത്. മടിയനെക്കുറിച്ച് ഞാൻ പറയുന്നത്, ഉറക്കം ആവശ്യത്തിലധികം ഇഷ്ടപ്പെടുന്നവൻ മടിയനാണ്. കതക് ചുഴുക്കുറ്റിയിൽ എന്ന പോലെ മടിയൻ തൻ്റെ കിടക്കയിൽ കിടക്കുന്നു. സദൃശവാക്യങ്ങൾ 26 അധ്യായം അതിൻ്റെ 14 വാക്യം. ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ, സ്വയം ഒഴിവാകുവാൻ മടിയൻ നിരന്തരം ശ്രമിക്കുന്നു. കൂര ചോർന്നൊലിക്കുന്നത് മടി കൊണ്ടാണ് എന്ന് ജ്ഞാനി ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. മടി നാശകരമായ ഒരു സ്വഭാവ സവിശേഷതയാണ്. മുള്ളുവേലി നിറഞ്ഞ അനുഭവം അവൻ്റെ വഴിയിൽ ഉണ്ടാകുന്നുവെങ്കിൽ, മടിയൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ, നാശകരമായ അവസ്ഥയിലേക്ക് അത് അവനെ കൊണ്ടുചെന്നെത്തിക്കുന്നുവെങ്കിൽ, വേലയിൽ മടിയനായവൻ മുടിയൻ്റെ സഹോദരനെന്ന് ജ്ഞാനി ഓർമ്മപ്പെടുത്തുന്നത് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 6 അധ്യായത്തിൻ്റെ 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഈ യാഥാർത്ഥ്യത്തെ അതിശക്തമായി ജ്ഞാനി വരച്ചു കാട്ടുന്നുണ്ട്. കുറെ കൂടി ഉറക്കം, കുറെ കൂടി നിദ്ര, കുറെ കൂടി കൈകെട്ടിക്കിടക്കാം. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും കടന്നു വരും. മടിയൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യത്തിനുള്ള സാധ്യതയെക്കുറിച്ചും മടിയൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിനുള്ള സാധ്യതയെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്ന ജ്ഞാനി കുറെ കൂടി ഉറക്കം, കുറെ കൂടി നിദ്ര, കുറെ കൂടി കൈകെട്ടിക്കിടക്കുക എന്ന മനുഷ്യ സ്വഭാവത്തിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് നമുക്ക്. സദൃശവാക്യങ്ങൾ 26 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ നാം കാണുന്നത്, ബുദ്ധിയുള്ള 7 പേരെക്കാളും താൻ ജ്ഞാനിയെന്ന് മടിയന് തോന്നുന്നു എന്നുള്ളതാണ്. തന്നെക്കുറിച്ച് തന്നെ അയഥാർത്ഥ്യങ്ങളായ സ്വയം അറിവുകൾ അവകാശപ്പെടുന്നവൻ മടിയൻ. 10 അധ്യായത്തിൻ്റെ 26 വാക്യത്തിൽ, ചൊറുക്ക പല്ലിനും പുക കണ്ണിനുമെന്ന പോലെ മടിയൻ തൻ്റെ അയൽക്കാർക്ക് ആകുന്നു. ഉപയോഗമില്ലാത്തവൻ, നമ്പുവാൻ കൊള്ളാത്തവൻ. മടിയൻ്റെ അവസ്ഥയെക്കുറിച്ച് അയൽക്കാരുടെ സാക്ഷ്യമാണ്, അയൽക്കാരുടെ അനുഭവമാണ്. സദൃശവാക്യങ്ങൾ 21 അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ, മടിയൻ്റെ കൊതി അവന് മരണഹേതു എന്ന് നാം വായിക്കുന്നു. വേല ചെയ്യുവാൻ അവൻ്റെ കൈകൾ മടിക്കുന്നുവല്ലോ. കൊതിയുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ വേല ചെയ്യുവാൻ മടിക്കുന്നവൻ മടിയൻ. മുള്ളുകൾ നിറഞ്ഞ മടിയൻ്റെ ജീവിത പാതയെക്കുറിച്ച്, പന്താവിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, അവൻ
ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്തവനാണ്. വാതിലുകൾ തുറക്കുമ്പോൾ ആ വാതിലുകളിലൂടെ കടന്ന് അവസരത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനു പകരം വാതിലുകൾക്കിപ്പുറം നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നവൻ, അവസരങ്ങൾ ഒരുപാട് തൻ്റെ മുന്നിൽ തുറന്നു കിട്ടുമ്പോഴും ആ അവസരങ്ങളെ ശരിയായി വിനിയോഗിക്കുവാൻ കഴിയാതെ പോകുന്നവൻ മടിയൻ. അവൻ്റെ ജീവിതം ഫലപുഷ്ടമാകുന്നതിനു പകരം മുള്ളും പറക്കാരയും നിറയുന്നത് സ്വാഭാവികം മാത്രം. മടിയൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപകീർത്തിയുടെ അനുഭവമാണ്. അധ്വാനിച്ച് കീർത്തി സമ്പാദിക്കുന്നതിനു പകരം വേല ചെയ്യാതെ അപകീർത്തി സമ്പാദിക്കുന്ന മടിയൻ്റെ യാഥാർത്ഥ്യം. അനേകം ഇടങ്ങളിൽ മടിയന്മാർക്ക് സംഭവിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായൊരു പരിണിത ഫലം സാമ്പത്തികമായ പ്രതിസന്ധികളാണ്. അധ്വാനിക്കാൻ മനസ്സില്ലാതെ ഊടുവഴികളിലൂടെ, കുറുക്കുവഴികളിലൂടെ ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് അപകീർത്തികരമായ പ്രവൃത്തികൾ ചെയ്യുക മാത്രമല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികളിൽ ചെന്ന് എത്തുന്ന മടിയൻ്റെ യാഥാർത്ഥ്യങ്ങൾ. വളർന്നു പന്തലിക്കുന്നതിനു പകരം മുരടിച്ച ജീവിതാവസ്ഥകൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സ്വാഭാവികം മാത്രം. അവൻ ആരംഭിക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കുവാൻ കഴിയാതെ ഒഴിവുകഴിവുകൾ ചെല്ലുന്ന മടിയൻ അപൂർണമായ പദ്ധതികളുടെ പേരിൽ അറിയപ്പെടുന്നു. മാനസികമായ പുകമറകൾ സൃഷ്ടിക്കുന്ന മടിയനെ മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ മറ്റുള്ളവർക്ക് കഴിയാതെ പോകുന്നു. ഒന്നും നേടാനാകാതെ ഒടുവിൽ അവൻ്റെ ജീവിതത്തിൽ അവർണ്ണനീയമായ ഒരു അപകർഷതാബോധം വന്നു പതിക്കുന്നു. നിരാശ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. ആത്മീയ ജീവിതത്തിൽ വളർച്ചയ്ക്ക് പകരം അവർണ്ണനീയമായൊരു മാന്ദ്യം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. പലപ്പോഴും ലജ്ജാകരമായ അവസ്ഥകളിലേക്ക് അവൻ്റെ ജീവിതം ചെന്ന് പെടുകയും ചെയ്യുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പകലിൽ വിളിച്ചാൽ അവൻ നിദ്രയിലാണ്, പണിക്ക് വിളിച്ചാൽ അവൻ ചിന്തയിലാണ്. ജാഗ്രത കനലാകാത്ത ജീവിതങ്ങൾ പാഴ്ജീവിതങ്ങളായി മാറുന്നത് മടി കൊണ്ടാണ്. അതുകൊണ്ടാണ് ജ്ഞാനി വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നത് മടിയൻ്റെ വഴി മുള്ളുവേലി പോലെയാകുന്നുവെന്ന്, മുള്ള് നിറഞ്ഞതായി മാറുന്നുവെന്ന്. എന്നാൽ മറുവശത്ത് നീതിമാന്മാരുടെ വഴിയോ, നീതിമാന്മാരുടെ പാതയെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നത് അത് നേർപാതയാണ്, അത് പെരുവഴിയാണ്. ആ പാതയുടെ ചില പ്രത്യേകതകൾ കൂടി ഈ പഠനത്തിൻ്റെ ഭാഗമായി നാം ശ്രദ്ധിക്കണം. ജ്ഞാനത്താൽ നയിക്കപ്പെടുന്ന നേരായ പാത, നേർവീതി. പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഒന്നിലധികം പന്ഥാവുകൾ ഉണ്ടാകുമ്പോൾ ആ പന്ഥാവുകളിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് മുന്നറിവാണ് നീതിമാന്റെ ആയുധം. സത്യത്തിൻ്റെ വഴി ഏത്, നീതിയുടെ വഴി ഏത്, ദൈവം ഇഷ്ടപ്പെടുന്ന വഴി ഏത് എന്ന് തിരിച്ചറിയുകയും ആ വഴിയിലൂടെ, നേരായ വഴിയിലൂടെ, പെരുവഴിയിലൂടെ നടന്നു പോകുവാൻ അവൻ എപ്പോഴും ശുഷ്കാന്തിയുള്ളവനായി ഇരിക്കുന്നുവെന്ന് നാം തിരിച്ചറിയണം. ഈ വഴി, നീതിമാന്റെ വഴി, അത് സമാധാനത്തിൻ്റെ വഴിയാണ്. സമാധാനവും നീതിയും എപ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന നീതിമാൻ അന്യായമായ ശണ്ഠകളിലേക്കോ അന്യായമായ വഴക്കുകളിലേക്കോ
പ്രവേശിക്കാതെ ശ്രദ്ധിച്ച് തൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നു. നേരായ മനസ്സാക്ഷിയുടെ വഴിയാണ് നീതിമാന്റെ വഴി. അതുകൊണ്ട് തന്നെയാണ് സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ നേരായി നടക്കുന്നവൻ നിർഭയനായി നടക്കുന്നു എന്ന് പറയുന്നത്. മടിയിൽ ഖനമില്ലാത്തവന് വഴിയിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തപ്പെടുകയാണ് അവിടെ. ദൈവകൃപയാൽ വഴി നടത്തപ്പെടുന്ന പന്ഥാവാണ് നീതിമാന്റെ പന്ഥാവ്. 3-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ നീതിമാന്മാരുടെ വാസസ്ഥലത്തെ യഹോവ അനുഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യബോധം ദൈവഭയത്തിലേക്ക് വഴി നടത്തപ്പെടുകയും ദൈവത്തിന് നിരക്കാത്തതൊന്നും പ്രവർത്തിക്കാതിരിപ്പാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ നാം വായിക്കുന്നത്. നീതിമാന്മാരുടെ വഴി ശക്തമായ അടിസ്ഥാനങ്ങളുള്ള വഴിയാണ്. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. പ്രതിസന്ധികളുണ്ടാകാം, കൊടുങ്കാറ്റുകളുണ്ടാകാം, പക്ഷേ നിലനിൽക്കുന്നതാണ് നീതിമാന്മാരുടെ ഭവനം. 2 മനുഷ്യർ വീട് പണിതതിനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞു. മടിയൻ മണ്ണിന്മേൽ വീട് പണിതു, എളുപ്പമായിരുന്നു. ബുദ്ധിമാൻ പാറമേൽ വീട് പണിതു, കാറ്റടിച്ചു, അലകൾ പൊങ്ങി, വെള്ളമുയർന്നു. മണ്ണിൽ പണിയപ്പെട്ട ഭവനം ഉടഞ്ഞു വീണു. അതേ കാറ്റടിച്ചു, വെള്ളം പൊങ്ങി, പാറമേൽ അടിസ്ഥാനപ്പെട്ട ഭവനം അത് വീണുപോയില്ല, ഉടഞ്ഞുപോയില്ല. ശക്തമായ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട ഭവനത്തെക്കുറിച്ചാണ് ഇവിടെ നാം കാണുന്നത്. നേരുള്ളവരുടെ നിഷ്കളങ്കത അവരെ വഴി നടത്തും, അവർക്ക് സംരക്ഷണം ഒരുക്കും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിലെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു എന്ന് നാം വായിക്കുന്നു. ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ, വരും വരായികകളെക്കുറിച്ച് ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ നീതിമാന്മാരുടെ പാതയെ നേരുള്ളതാക്കുന്നു, നിരപ്പുള്ളതാക്കുന്നു, വിശാലതയുള്ളതാക്കുന്നു എന്ന് ജ്ഞാനി പലവരു നമ്മെ ഓർമ്മിപ്പിച്ചു. നീതിമാന്മാരുടെ ബന്ധങ്ങൾ അത് പലപ്പോഴും ശക്തമായ ബന്ധങ്ങളാണ്. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാകുന്നു എന്ന് നാം വായിക്കുന്നു. മടിയന്റെ ബന്ധങ്ങളും നീതിമാന്റെ ബന്ധങ്ങളും തമ്മിൽ ഒരു താരതമ്യം നാം നടത്തുമ്പോൾ, മടിയനായ ഭർത്താവുള്ള ഒരു ഭാര്യ, ആ ഭാര്യയുടെ ജീവിതം എത്ര സങ്കടകരമാണ്. മടിയനായ അപ്പനുള്ള മക്കൾ, ആ മക്കളുടെ ജീവിതത്തെ അതെങ്ങനെ ബാധിക്കുന്നു? മടിയുള്ള ഭാര്യയുള്ള ഒരു ഭർത്താവ്, മടിയുള്ള അമ്മയുള്ള മക്കൾ, അത് ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, എങ്ങനെ ബാധിക്കുന്നു എന്ന് നാം ചിന്തിക്കുമ്പോഴാണ് മടിയന്റെ പാതയിൽ മുള്ളും പറക്കാരിയും നീതിമാന്മാരുടെ പാത വിശാലമായ പാത എന്ന് പറയുന്നതിൻ്റെ പൊരുൾ തിരിച്ചറിയുവാൻ നാം ശ്രമിക്കുന്നത്. നമ്മുടെ സഹപ്രവർത്തകർ മടിയുള്ള ഒരാൾ, നീതിയുള്ള ഒരാൾ, ആരോട് ചേർന്ന് പ്രവർത്തിക്കാനാകും നാം ഇഷ്ടപ്പെടുക?
ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ മാറ്റിവെക്കുന്ന മടിയൻ നമുക്ക് തന്നെ തലവേദനയായി മാറുന്ന എത്രയോ അനുഭവങ്ങളെക്കുറിച്ച്, വ്യക്തി സാക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ബന്ധങ്ങൾ ശിഥിലമാക്കുവാൻ മടി ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. എന്നാൽ നീതിമാനോ കൂട്ടുകാരന് സുഹൃത്തായിരിക്കുക മാത്രമല്ല, പലപ്പോഴും കൂട്ടുകാരന് വഴികാട്ടിയായി മാറുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നീതിമാന്മാരുടെ ജീവിതം പ്രത്യാശ നിർഭരമായി മാറുന്നു. അവൻ ഭാവിയിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഭാരമുള്ളവനല്ല. ആ യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന തിരിച്ചറിവനുണ്ട്. എന്നാൽ മടിയൻ വരാനിരിക്കുന്ന ആപത്തിനെ, അനർത്ഥങ്ങളെ മുൻകാണുവാൻ കഴിയാതെ, ഒരുക്കങ്ങൾ നടത്തുവാൻ കഴിയാതെ, കവചങ്ങൾ തീർക്കുവാൻ കഴിയാതെ പരാജയത്തിൻ്റെ പന്ഥാവിലേക്ക് മൂക്കുകുത്തി വീഴുവാൻ പോകുന്ന അവസ്ഥയിൽ ആയിപ്പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് ഈ സദൃശവാക്യക്കാരൻ ഈ സദൃശവാക്യത്തിലൂടെ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്? മടിയൻ്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു. മടിയൻ്റെ വഴി മുള്ളും പറക്കാരെയും നിറഞ്ഞതാകുന്നു. നീതിമാന്മാരുടെ പാതയോ പെരുവഴി തന്നെ. നമ്മുടെ മുന്നിൽ രണ്ട് വഴികൾ വളരെ വ്യക്തമായി ജ്ഞാനി തലമുറകൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് മടിയുടെ വഴി. ആ വഴിയുടെ പരിണിത ഫലം അത് മുള്ളും പറക്കാരിയും. രണ്ട് നീതിയുടെ വഴി, അധ്വാനത്തിൻ്റെ വഴി, നേരായ വഴി. ആ വഴിയുടെ പരിണിത ഫലം നിരപ്പായ പെരുവഴി തന്നെ. ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിൽ ശരിയായ പ്രവർത്തനം പൂന്തോട്ടം സൂക്ഷിപ്പുകാരൻ നടത്താതിരുന്നാൽ, ചെടികൾ വെട്ടി നിർത്തേണ്ട സമയത്ത് വെട്ടി നിർത്താതിരുന്നാൽ, കളകൾ വരുമ്പോൾ പറിച്ചു കളയാതിരുന്നാൽ, സൂക്ഷിക്കേണ്ടുന്ന കീടങ്ങളെ കാണുകയാണെങ്കിൽ അത് എടുത്തു കളയാതിരുന്നാൽ, ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നൊരു പൂന്തോട്ടം കാടുകയറിയ അവസ്ഥയിലേക്ക് ചെന്നെത്തും. കാടുകയറിയ അവസ്ഥയിലും ശ്രദ്ധിക്കപ്പെടാതെ പോയാൽ ആ പൂന്തോട്ടത്തിൻ്റെ അവസ്ഥയ്ക്ക് പകരം മുള്ളും പറക്കാരെയും നിറഞ്ഞ ഒരിടമായി മാറിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മടിയൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ, മടിയൻ ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റിവെച്ചു കൊണ്ടിരുന്നാൽ, മടിയൻ ഒഴിവുകഴിവുകൾ അന്വേഷിച്ചു കൊണ്ടിരുന്നാൽ, അവൻ ശുശ്രൂഷിക്കുന്നത് പൂന്തോട്ടമായിരിക്കേണ്ട ഇടം, പൂക്കൾ നിറഞ്ഞിരിക്കേണ്ട ഇടം, സൗരഭ്യം നിറഞ്ഞിരിക്കേണ്ട ഇടം, അതിനു പകരം മുള്ളും പറക്കാരെയും നിറഞ്ഞ അവസ്ഥയിലേക്ക് തരം താഴും എന്ന് ഞാനീ പറയുമ്പോൾ, അത് വ്യക്തി ജീവിതത്തിൽ സംഭവിക്കാം, അത് കുടുംബജീവിതത്തിൽ സംഭവിക്കാം, അത് സമൂഹ ജീവിതത്തിൽ സംഭവിക്കാം എന്നുള്ള മുന്നറിവും കൂടെയാണ്. എന്നാൽ നേർവഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ, തിന്മയുടെ സ്വാധീനങ്ങൾ എന്തുതന്നെ ഉണ്ടായാലും ആ തിന്മയുടെ സ്വാധീനങ്ങൾക്ക് വശംവദനാകാതെ, ദൈവത്തെ എപ്പോഴും തൻ്റെ മുന്നിലുണ്ട് എന്ന ബോധ്യത്തോടെ, എൻ്റെ ജീവിതം ദൈവം കാണുന്നുവെന്ന ബോധ്യത്തോടെ, എൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമാകണമെന്ന ചിന്തയോടെ, വലത്തുഭാഗത്ത് എനിക്ക് തണലായി ദൈവസാന്നിധ്യമുണ്ട് എന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് പലപ്പോഴും നീതിമാന്മാരുടെ വഴി നിരപ്പായ പെരുവഴിയായി മാറുന്നത്, അനുഗ്രഹത്തിൻ്റെ വഴിയായി മാറുന്നത്, കൃപയുടെ വഴിയായി മാറുന്നത്, സന്തോഷത്തിൻ്റെ വഴിയായി മാറുന്നത്, ദൈവരൂപാന്തരത്തിൻ്റെ വഴിയായി മാറുന്നത്.
തിരഞ്ഞെടുപ്പ് എൻ്റെയും നിങ്ങളുടേതുമാണ്. ജീവിതത്തെ മനോഹരമാക്കുവാൻ കഴിയുന്ന തിരഞ്ഞെടുപ്പ്. രണ്ട് മനുഷ്യർ, അവരുടെ മുന്നിൽ ഒരേപോലെയുള്ള രണ്ട് പാറകൾ. ആ പാറക്കഷണങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അതിമനോഹരമായ മാലാഖയെക്കുറിച്ച് അവരെ പഠിപ്പിച്ച ഗുരുനാഥൻ അവരോട് പറഞ്ഞു. ആ മാലാഖയെ പുറം ലോകത്തെ കാണിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം, നിങ്ങളുടെ ഉത്തരവാദിത്വം എന്നും പറഞ്ഞു. ഒരാൾ മടിയോടെ ഞാൻ എന്തു ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ആ പാറക്കഷണത്തെ അവഗണിച്ചു. അത് പൂപ്പും പായലും പിടിച്ചു, അതിനു ചുറ്റും കാട് പിടിച്ചു, മുള്ളുകയറി, പറക്കാര കയറി ഒരു ഭീതിതമായ അവസ്ഥയിൽ ചെന്നുകൊണ്ടെത്തി. മറുവശത്ത് ഗുരുവിൻ്റെ വാക്കുകൾ ശിരസാവഹിച്ച അധ്വാനി നീതിബോധത്തോടുകൂടി തൻ്റെ വിദ്യാർത്ഥി ധർമ്മത്തെ ചെയ്തു തീർക്കണമെന്ന ബോധ്യത്തോടുകൂടി ആ കല്ലിൽ അനാവശ്യമായതിനെ കൊട്ടിക്കളയുവാൻ തുടങ്ങി. മനോഹരമായ ഒരു മാലാഖയുടെ രൂപം അതിൽ നിന്നും അവൻ കൊത്തിയെടുത്തു. നിരപ്പായ പെരുവഴി നൽകുന്ന സന്തോഷം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി. തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. നമ്മുടെ മുമ്പിൽ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾ മടികൊണ്ട് തച്ചുടയ്ക്കുവാൻ നമുക്കാകും. നമ്മുടെ മുമ്പിൽ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾ പരമാവധി വിനിയോഗിച്ച് മനോഹരമാക്കുവാൻ നമുക്കാകും. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. മടിയൻ്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു, നീതിമാന്മാരുടെ പാതയോ പെരുവഴി തന്നെ. ഈ സദൃശവാക്യത്തിൻ്റെ ആഴമായ പൊരുളുകൾ ഗ്രഹിപ്പാൻ ജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.